ഈ കഴിഞ്ഞ നാളുകൾ വന്ന വാർത്തകൾ നിമിത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. താമസം വിന നാം കുടിക്കുന്ന വെള്ളത്തിന് പോലും കരം കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന് ഉലകത്തിൽ ഫ്രീ ആയി ലഭ്യമാകുന്ന ഒന്നുമില്ല. സകലത്തിനും കണക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ സൃഷ്ടിച്ച ദൈവം, പടച്ച ദൈവം നമ്മെ കണക്ക് ചോദിക്കാതെ വിടുമെന്നോ? ഒരിക്കലുമില്ല പ്രിയരെ. നമ്മോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ആയുസിൽ വെറും വെട്ടികളായി ജീവിക്കാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ വെറും ഒരു മനുഷ്യനെ പോലെ കോലം കെട്ടാൻ, അവന് മൃഗത്തെ പോലെ കോലജീവൻ നയിക്കാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടവും ഹിതവും തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം സത്യമായി തിരിച്ചറിയണം. നാം എല്ലാവരും പാപികളാണെന്നുള്ള ആ വ്യക്തമായ സത്യം തിരിച്ചറിഞ്ഞിട്ട് പാപത്തിന് പരിഹാരം കണ്ടെത്തണം. എങ്ങനെ പാപത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും? ഒറ്റ കാര്യമേ ഉള്ളൂ പ്രിയരെ. നേർച്ച കാഴ്ചകൾ കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. പുണ്യകർമ്മ യാത്രകൾ കൊണ്ട് പരിഹാരം കണ്ടെത്താൻ കഴിയുകയില്ല. പാപത്തിന് പ്രായശ്ചിത്തമായി 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ മുഴുവൻ പാവവും പേറി കാൽവരി ക്രൂശിലേക്ക് നടന്നുപോയി. ഗബദ മുതൽ ഗോൽഗോത്ത വരെ വീണും വെച്ചും വിറച്ചും വീണും എഴുന്നേറ്റും ആടികളാൽ ചുറ്റപ്പെട്ട് അവൻ സ്വരം വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഉഴവുകാർ ഉഴുതുമറിച്ചൊരു കണ്ടം പോലെ കീറി മുറിക്കപ്പെട്ട യേശു കർത്താവിന്റെ അടിപ്പിണരുകളാൽ, അവിടുത്തെ മരണത്താൽ അവിടെ നീ ലോകത്തിന് സംഭാവനയായി ദാനമായി നൽകിയ ഒന്നാണ് പാപപരിഹാരം. ഒന്നിന്റെയും യാഗാർപ്പണങ്ങൾ കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ നിത്യനായ ദൈവത്തിന്റെ ആ തേജസ് പുരുഷനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സ്വയം യാഗമായി മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീർക്കപ്പെട്ട വസ്തുതയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതൊരു മതപ്രഭാഷണമല്ല പ്രിയരെ, അത് സാക്ഷാൽ സത്യസുവിശേഷമാണ്. അതുകൊണ്ട് അവതരം പറയുന്നത് സകലർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഇതാര് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നുവോ, ആര് കേട്ട് വിശ്വസിക്കുന്നുവോ അവർക്കാണ് രക്ഷയുള്ളത്. ഇന്നിപ്പോൾ ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കാനിടെ ആമേൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയാം. ഞാൻ പാപിയാണെന്ന് വ്യക്തമായ ചിന്തയുണ്ടെങ്കിൽ, ജീവിതത്തിൽ സമാധാനമില്ല എന്നുള്ള വ്യക്തത ജീവിതത്തിൽ തിരിച്ചറിയുന്നെങ്കിൽ, സ്വസ്ഥതയും ശാന്തിയും അനുഭവിക്കാൻ കഴിയാതെ മുന്നോട്ട് ജീവിതം നീക്കപ്പെടുന്നെങ്കിൽ, ഒരു കാര്യം സത്യമായി വിളിച്ചു പറയട്ടെ,